ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഒതൻറ്റിക് വേയിൽ നമ്മൾ ചെയ്യുന്ന മീൻ കറിയുടെ റെസിപ്പി തന്നെയാണ്. ചോറിനൊപ്പവും കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ഈ മീൻ കറി എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ചില സ്ഥലങ്ങളിൽ മല്ലിപ്പൊടി ചേർത്തേ മീൻ കറി വെക്കാറുള്ളൂ. പക്ഷെ ഞാൻ മീൻ അനുസരിച്ചൊക്കെയാണ് ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നത്. ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. പക്ഷേ വലിയ മീൻ മേടിക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാണ്ട് തന്നെയാണ് വെക്കുന്നത് ഞങ്ങൾക്കിവിടെ ഇഷ്ടം. പണ്ടൊക്കെ കല്യാണ വീടുകളിലൊക്കെ മീൻ കറികളൊക്കെ വെക്കുമ്പോൾ അത് പിറ്റേ ദിവസത്തേക്കിനൊക്കെ വെച്ചേക്കുന്നതായതുകൊണ്ട് ഒട്ടും മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്താലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നത് കേടാകാൻ സാധ്യതയുണ്ട്. മുളക് പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ ഈ മീൻ കറി വെക്കുന്നത് കൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് കേടാവില്ല. നമുക്ക് ചൂടാക്കി മൺചട്ടിയെ ചൂടാക്കി തന്നെ പിറ്റേ ദിവസമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് ഞാനൊരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 3 കഷ്ണം ഇഞ്ചി, അത് പീസാക്കിയതാണിത്. കുറച്ച് കറിവേപ്പില, കുരുമുളക് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 2 ചുമന്നുള്ളി. ഇത്രയും നമുക്ക് അരയ്ക്കണം. നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അത് ചൂടാകുമ്പോൾ കടുക് ഇട്ടു. കടുക് നന്നായിട്ട് പൊട്ടുമ്പോഴത്തേന് നമുക്ക് ഉലുവ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ മതിയാകും. അതോടെ ചേർത്ത് അത് ചൂടാകുന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ എണ്ണയിലോട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് ഞാൻ 2ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. നല്ല ചുമക്കുന്ന പരുവത്തിൽ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ അതുപോലെ മൂത്ത് വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്കകത്ത് ഈ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വെളുത്ത് കിടക്കും. അപ്പോൾ അതുമല്ല, നമ്മൾ മൂത്ത് വരുന്നത് തന്നെയാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ചുമക്കുന്ന രീതിയിൽ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് ഉലുവാപ്പൊടി ചേർക്കണം. ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഉലുവ ഇട്ടിട്ടാണ് എണ്ണയിൽ വഴറ്റിയേക്കുന്നത്. പിന്നെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടു. പിന്നെ ലാസ്റ്റ് കറി നിർത്തുമ്പോഴും ഞാൻ ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. അതിന് ശേഷം ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 6 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അതിലേക്കൊരു 2-3 പിഞ്ച് കായം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലിട്ട് ഞാൻ കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കുടംപുളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പൊടി നന്നായിട്ട് മൂത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഈ വെള്ളം വറ്റി വരുന്ന വരെയും നല്ലതായിട്ട് ഇളക്കുക. വെള്ളം വറ്റിക്കഴിഞ്ഞ് ഈ എണ്ണ തെളിയണം. അതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വയ്ക്കാം. ഈ സമയത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഈ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ലതായിട്ട് ഈ എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. കണ്ടില്ലേ, നിങ്ങൾ ഇതിൻ്റെ പ്രോസസ്സ് നോക്കിക്കോണം. ഓരോ പ്രാവശ്യം ഇത് മാറി വരുന്നത് കണ്ടില്ലേ. നന്നായിട്ട് വഴണ്ട് ഇതേപോലെ പരുവത്തിൽ ഇനി ഇച്ചിരൂടെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റണം. ഇതിലേക്ക് ഞാനൊരല്പം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അതായത് ഞാൻ പുളി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം ഉപ്പൂടിട്ട് വെള്ളമാണിത്. പുളിയും ഉപ്പും ഇട്ട് കുറച്ച് നേരം വെച്ച വെള്ളമാണ്. അപ്പോൾ അത് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് ഞാനിപ്പോൾ കുറവാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ മാവേലിക്കര ആ സ്ഥലത്തൊക്കെ നമ്മൾ കുടംപുളി ഇട്ടാണ് മീൻ കറി വെക്കുക. പിന്നെ വേറെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പലരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് പിഴുപുളി ഇട്ട് മീൻ കറി വെക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവിടെ മീൻ കറി എന്ന് പറയുമ്പോൾ കുടംപുളി തന്നെ, തോട്ടുപുളി തന്നെ ഇട്ട് വെച്ചാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് സ്പെഷ്യൽ മീൻ കറിയൊക്കെ വെക്കാറുണ്ട് പലരും. പണ്ടൊക്കെ ഉള്ള അമ്മമാർ ഈ തോട്ടുപുളിയാണ് ഇട്ട് മീൻ കറി വെക്കാറുള്ളൂ. ഇനി ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കാം.
കാരണം ആ ഒരു അരപ്പ് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. അല്ലെങ്കിൽ ഏറെ വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്താൽ കട്ട കട്ടയായിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീൻ എടുത്തേക്കുന്ന അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2-3 കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ നമുക്കിട്ട് കൊടുക്കാം. ഇത് 1000 പല്ലി മീനാണ്. അപ്പോൾ നല്ല ഫ്ലഷാണ് ഇതിൻ്റെ, നല്ല കളറാണിതിന്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ സ്പൂൺ ഒന്നും ഇട്ടിട്ട് ഇളക്കരുത്. അപ്പോൾ ഇത് കാരണം ഇതിൻ്റെ ഫ്ലഷൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ കറക്കി കൊടുക്കേ ആകാവൂ. ഇതും ഹാമൂറോ എന്നൊക്കെ പറയുന്ന മീനുകൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ കറക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 വട്ടം ഞാനിങ്ങനെ തുറന്നിട്ടൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയുടെ അടിയിലൊന്നും പിടിക്കാതെ നല്ലതായിട്ട് വരും. ഇപ്പോൾ കറി ഏകദേശം വറ്റിയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ വേണം. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട, ഏകദേശം മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പും പുളി എരിയൊക്കെ നോക്കാം. മീൻ കറിയുടെ ഉപ്പും പുളി എരിയൊക്കെ നല്ലതായിട്ട് മുന്നിൽ നിൽക്കണം. ഇതിലേക്കൊരല്പം ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊരു ചടങ്ങാണ്. മീൻ കറി വെച്ച് കഴിഞ്ഞാലുള്ള ചടങ്ങ് പോലെ നമ്മൾ ലാസ്റ്റിലൊരു കുറച്ച് കറി ലീവ്സും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറിക്ക് നല്ല മണം രുചിയും വരും. ലാസ്റ്റിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചാണ് കറി വെച്ചെങ്കിലും ഇത് ലാസ്റ്റ് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ, കറിയുടെ ഒരു ഫൈനൽ പ്രോസസ്സ് എന്നുള്ള രീതിയിൽ ഇതങ്ങനെ ചെയ്തെടുത്താൽ ഈ കറിയുടെ രുചിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും എല്ലാം വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം നല്ലൊരു ഫൈനായിട്ട് വരും. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് എരിവും ഉപ്പും പുളിയും എല്ലാം നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഞാൻ എല്ലാ കറികൾക്കും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇച്ചിരി ഉപ്പ് കുറഞ്ഞ് നിന്ന് പുളി മുന്നോട്ട് നിന്ന കറിയുടെ ടേസ്റ്റേ പോയി. അതേസമയം തിരിച്ചാണേലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ എരി ഇല്ലെങ്കിലോ അത് ഒട്ടും കൊള്ളില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുരുമുളക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മീൻ കറിക്കൊക്കെ എരിവ് വേണം. അപ്പോൾ എന്നാലേ ഇത് തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴത്തേന് ആ മീനിനുള്ളിലേക്ക് ആ എരിവും ഉപ്പും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. ഞാൻ ലാസ്റ്റ് ഗാർണിഷ് എന്നുള്ള രീതിയിൽ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പോൾ സെർവ് ചെയ്യാൻ വെച്ചൊക്കെയാണ്. അപ്പോൾ മീൻ കറി കണ്ടില്ലേ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, എങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് ഇതൊരു ഉപകാരമാകട്ടെ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടും. അപ്പോൾ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.